കുഞ്ച് ബിഹാരി ശ്രീഹരദാസ്. ഇന്ന് പറയാൻ പോകുന്നത് ശ്രീ ഹിത് ഹരിവംശ് മഹാപ്രഭു രാധാവല്ലഭ് സമ്പ്രദായം, അതായത് രാധാവല്ലഭിൻ്റെ വിഗ്രഹം പ്രാകട്യമാവാൻ കാരണമായത് ശ്രീ ഹിത് ഹരിവംശ് മഹാപ്രഭുവിൽ കൂടെയാണ്. ഹരിവംശ് മഹാപ്രഭു ഹരിവംശ് ജിയിൽ കൂടെയാണ് നമുക്ക് രാധാവല്ലഭിൻ്റെ വിഗ്രഹം കിട്ടിയത്. ഞാൻ പറഞ്ഞു, വൃന്ദാവനത്തിൽ 3 വിഗ്രഹം, പ്രധാനമുള്ള വിഗ്രഹം ബാങ്കെ ബിഹാരിയുടെ, രാധാരമണൻ, രാധാവല്ലഭ്. അതിൽ രാധാവല്ലഭിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. ആരാണ് ഹരിവംശ് മഹാപ്രഭു? ഹരിവംശ് മഹാപ്രഭു ഭഗവാന്റെ വംശി ഓടക്കുഴൽ പുനർജനിക്കുകയാണ്. ഭഗവാന്റെ ഓടക്കുഴൽ പുനർജനിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം ഭഗവാന്റെ ഓടക്കുഴലിൻ്റെ സ്ഥാനം എന്താണെന്നുള്ളത് കേട്ടോ. നിത്യനിവൃത്തി നികുഞ്ചത്തിൽ ഭഗവാന്റെ നികുഞ്ച ലീലയിൽ പ്രത്യക്ഷ സാന്നിധ്യം വഹിക്കുന്നതാണ് ഓടക്കുഴൽ. ഓടക്കുഴൽ ആരാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക? നമുക്കറിയാം, ഓടക്കുഴൽ നാദത്തിൽ മനം മയക്കുന്നത് ശ്രീമതി രാധാറാണിയും ഗോപികമാരുമാണ്. ഓടക്കുഴൽ നമുക്കറിയാം, മഹാരാസം നടക്കുന്ന സമയത്ത് ഭാഗവതത്തിൽ ഓടക്കുഴൽ നാദം, ഭഗവാൻ ഓടക്കുഴൽ ഊതുന്ന സമയത്ത് ഗോപികമാരെല്ലാം മറന്നു വരുന്നു. ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ മനസ്സിലാക്കിയത്. ഭഗവാൻ ഓടക്കുഴൽ നാദം പുറപ്പെടുവിക്കുമ്പോൾ വൃന്ദാവനത്തിൽ പല രാസമണ്ഡലങ്ങളുണ്ട് വൃന്ദാവനത്തിൽ. അതായത് നമ്മൾ രാസമണ്ഡലം എന്ന് പറഞ്ഞ വൃന്ദാവനത്തിൽ പല പല സ്ഥലങ്ങൾ കാണാം. സേവാകുഞ്ചിലുണ്ട്, നിധിവനത്തിലുണ്ട്. അപ്പം നമ്മൾക്ക് തോന്നും ഇവിടെയൊക്കെ ഭഗവാൻ നൃത്തം ചെയ്തിട്ടുണ്ടോ ഗോപികമാരായിട്ട്? നോക്കൂ, ശരത് പൗർണിമയിലാണ് ഇത് നടക്കുക. ശരത് പൗർണിമ സമയത്ത് പൗർണിമകളിൽ നടക്കുമ്പോൾ ഭഗവാൻ ഓടക്കുഴൽ വായിക്കുമ്പോൾ ആർക്കാണോ കേൾക്കേണ്ടത്, ഏത് ഗോപികമാരിലാണോ എത്തേണ്ടത് അവരിലാണിത് എത്തുക. ഞാൻ പറഞ്ഞു, ഏത് ഗോപികമാരിലാണോ എത്തേണ്ടത് അവരിലാണിത് എത്തുക. അതായത് ഭാഗവതത്തിൽ നമുക്ക് കാണാം, ഗോപികമാരെല്ലാം ഇട്ടെറിഞ്ഞു പോകുന്നു ആരുടെ അടുത്തേക്ക്? കൃഷ്ണൻ്റെ അടുത്തേക്ക്. പക്ഷെ ചിലവർക്ക് എത്താൻ പറ്റിയില്ല. നമുക്കറിയാം, ചിലവർ അവിടെ നിന്ന് തന്നെ സാക്ഷാത്കരിക്കേണ്ട ഭഗവാനെ സ്വന്തം ഗൃഹങ്ങളിൽ നിന്ന്. പക്ഷെ അവർക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റുന്നില്ല. അങ്ങനെ ഭഗവാൻ ഒരു സെറ്റ് ഓഫ് ഗോപീസിൻ്റെ കാതിൽ മാത്രമാണ് ഈ നാദം കേൾക്കുക. അവർക്കാണ് ഓരോ സ്ഥലങ്ങളിൽ, അതായത് ഓരോ നാദത്തിനും ഓരോ അർഹതപ്പെട്ടവരുണ്ട്. ഓക്കെ, അപ്പോൾ ഓടക്കുഴലിൻ്റെ സാന്നിധ്യം, ഞാൻ പറയുന്നത് ഓടക്കുഴലിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, ഭഗവാന്റെ നികുഞ്ച ലീലകളിൽ അത്രയും ഇമ്പോർട്ടൻസ്, അത്രയും സാന്നിധ്യം ഉള്ളതാണ് ഈ വംശി ഓടക്കുഴലിന്. ഭഗവാന്റെ അംഗഭൂഷണം, അതായത് ഓർണമെൻറ്റ്സ് പുനർജനിക്കുന്നുണ്ട്. നമുക്കറിയാം, കൗസ്തുഭരത്നം കുലശേഖര ആൾവാരായിട്ട് പുനർജനിക്കുന്നു. അതാണ് ഭഗവാന്റെ ഭൂഷണങ്ങളൊക്കെ നമ്മൾക്ക് പുനർജനിക്കുമ്പോൾ മനസ്സിലാക്കുക, അത് നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ടാണ്, നമ്മളുടെ പുരോഗതിക്കാണ്, മാനവരാശിയുടെ പുരോഗതിക്കാണ് ഭഗവാൻ ഈ ഭൂഷണങ്ങളെയൊക്കെ പുനർജനിപ്പിക്കുകയാണ്. അതിൽ കൂടെ നമുക്ക് ഭഗവാന്മാരെ തരികയാണ്. അപ്പോൾ നമുക്ക് എന്താ, നമ്മുടെ ലൈഫിലെ ഡിസ്ട്രെസ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ പ്രാരാബ്ദം, ടെൻഷൻസ്, നമുക്ക് ആശ്രയിക്കാൻ ഭഗവാനെ വേണം. അതിന് ഭഗവാൻ കലികാലത്തിൽ ശ്രീ ഭഗവാന്റെ ഓടക്കുഴലായിട്ട് പുനർജനിച്ചിരിക്കുകയാണ് ഹരിവംശ് മഹാപ്രഭു. ദേവ്ബന്ദ് ഗ്രാമത്തിൽ വ്യാസ് മിശ്രജിക്കും താരാറാണിക്കും കുറേ നാളുകളായിട്ട് കുട്ടികളില്ല. വ്യാസ് മിശ്രജി വളരെ ഉയർന്ന ഒരു ജ്യോതിഷ പണ്ഡിതനായിരുന്നു. ആൻഡ് താരാറാണി 2 പേരും കൂടി ഉപാസന ചെയ്യാണ് ഭഗവാന്റെ അടുത്ത്. കുഞ്ഞുങ്ങളില്ല. അങ്ങനെ ഇരിക്കെ ആ ഗ്രാമത്തിലൊരു സന്യാസി, ഒരു മഹർഷിയുടെ ഒരു പക്കൽ ഇവർ പോവാണ്. അത് ജ്യേഷ്ഠ തുല്യാണെന്നും പറയുന്നുണ്ട്. അങ്ങനെ ആ സന്യാസിയുടെ അടുത്ത് പോകുന്ന സമയത്ത് സന്യാസി ദിവ്യദൃഷ്ടിയിൽ കാണാണ് താരാമയ്യയുടെ വ്യാകുലത കണ്ടിട്ട് സന്താനമില്ലാത്ത ദുഃഖമാണ് ഇവർക്കുള്ളത്. മഹർഷി പറയും ഉടനെ തന്നെ സന്താനം ജനിക്കും. ദിവ്യദൃഷ്ടിയിൽ മഹർഷിക്ക് മനസ്സിലാവണം, പക്ഷെ കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വരും. ഉറപ്പായിട്ടും സന്താനം ജനിക്കും. പക്ഷെ ഇതാണ് കേട്ടോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നോട്ട് ഏർലി, നോട്ട് സൂൺ, നോട്ട് ലേറ്റർ. എല്ലാത്തിനും അതിൻ്റെ ഒരു പെർഫെക്റ്റ് സമയമുണ്ട്. നമ്മൾ ഭഗവാനെ ഉപാസിക്കുന്നവരാണെങ്കിൽ ആ സമയത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും വിശ്വസിച്ചിട്ടുണ്ടാവണം. ഭഗവാനെ ഉപാസിക്കുന്നവർ ഒരിക്കലും ആ സമയത്തിൽ അവിശ്വസിക്കാൻ പാടില്ല. നമുക്ക് എന്താണോ ഭഗവാൻ വിധിച്ചിട്ടുള്ളത് അത് കറക്റ്റ് സമയത്ത് നമ്മുടെ കയ്യിൽ എത്തിയിരിക്കും. നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥാനം, നമ്മൾ എന്തിൽ കൂടെയാണോ കടന്നു പോകുന്നത് ഭഗവാന്റെ നിശ്ചയം. ഭഗവാൻ അറിയാണ്ട് ഭഗവാന്റെ ഭക്തർക്കൊന്നും നടക്കില്ല. അങ്ങനെ ഇരിക്കെ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ.
അങ്ങനെ ഇരിക്കെ താരാമയ്യയോട് ഈ പറയാണ്, ഈ മഹർഷി വ്യാകുലപ്പെടേണ്ട, വിഷമിക്കേണ്ട, മകൻ ജനിക്കും, കുട്ടി ഒരു ബാലകൻ ജനിക്കും, ഒരു വൈഷ്ണവ ദിവ്യ ബാലകനായിരിക്കും ജനിക്കുക. അതൊക്കെ ദിവ്യദൃഷ്ടിയിൽ മനസ്സിലാക്കാണ് മഹർഷി. അങ്ങനെ ഇവർ ഒരുപാട് നാൾ കാത്തിരിക്കുന്നതിന് ശേഷം, ഈ ഗർഭാവസ്ഥ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് താരാമയ്യയുടെ ഗർഭാവസ്ഥ സമയത്ത്, ഗർഭകാലഘട്ടത്തിൽ, ആ അവസ്ഥയിൽ താരാമയ്യക്ക് തോന്നുകയാണ് വൃന്ദാവനം കാണണം, യമുനാജീനെ കാണണം, ഗോവർദ്ധനം കാണണം. വൃന്ദാവന ചിന്തകൾ, ഇതുവരെ പോവാത്ത വൃന്ദാവനത്തിനെ കുറിച്ച് ചിന്തകൾ വരികയാണ്. അങ്ങനെ താരാമയ്യ പറയാണ് പതിനോട്, വ്യാസജിയോട് പറയാണ്, എനിക്ക് വൃന്ദാവനത്തിൽ പോകണം, അവിടുത്തെ യമുനാദേവിനെ കാണണം, ദർശനം എടുക്കണം, വൃക്ഷങ്ങൾ കാണണം. കാരണം ആരാണ് ഗർഭത്തിലിരിക്കുന്ന ബാലകൻ, ആ ദിവ്യ ബാലകൻ ഭഗവാന്റെ വംശി ശ്രീഹിത് ഹരിവംശ് മഹാപ്രഭു. അപ്പോൾ ആ അമ്മയ്ക്ക് തോന്നാണ് മനസ്സിൽ വൃന്ദാവന ദർശനം എടുക്കണം എന്ന്. അങ്ങനെ വൃന്ദാവന ദർശനം എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ദർശനമൊക്കെ എടുത്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുന്ന സമയത്ത്, അതായത് നമ്മളുടെ വൃന്ദാവനത്തിൻ്റെ ലാസ്റ്റ് പോർഷനിലെത്തി. ആഗ്ര, മധുരയിൽ നിന്നൊരു അടുത്തുള്ള ഒരു ആഗ്ര വൃന്ദാവൻ ബോർഡർ, ആ സ്ഥലത്ത് ബാദ് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമം, അവിടെ വെച്ചിട്ട് താരാമയ്യ ജന്മം നൽകുകയാണ് ഹിത് ഹരിവംശ് മഹാപ്രഭുവിന്. ഹിത് ഹരിവംശ് മഹാപ്രഭു ബാല്യകാലത്തിലെ, നമുക്കറിയാം ആരാ ജനിച്ചിരിക്കുന്നത് ഓടക്കുഴലാണ്. അപ്പോൾ ഭഗവാന്റെ ഭക്തിയും ഭഗവാന്റെ കാര്യങ്ങളിലും ഒട്ടും പിറകിലല്ല എന്ന് നമുക്കറിയാം. അതീവ തേജസ്സും അതീവ ശ്രേഷ്ഠതയും പാണ്ഡിത്യവും ദിവ്യതയും നിറഞ്ഞ ബാല്യമായിരുന്നു. ഭഗവാന്റെ കാര്യത്തിൽ വളരെ ഉത്സാഹമായിരുന്നു, ഭക്തിയിലും ഭഗവാന്റെ കാര്യം അറിയാനും ഭഗവാനോടും. അതായത് കളിക്കുന്ന സമയത്തൊക്കെ സുഹൃത്തുക്കളെയൊക്കെ രാധാകൃഷ്ണന്മാരായിട്ടായിരുന്നു ഹരിവംശ് മഹാപ്രഭു കാണുക. ബാല്യത്തിൽ തൻ്റെ കൂടെ കളിക്കുന്ന കുട്ടികളാവട്ടെ കൃഷ്ണൻ രാധാസങ്കല്പമായിരുന്നു ഹരിവംശ് മഹാപ്രഭുവിന്. ഒരു ലീല പറയാം. അങ്ങനെ ഇരിക്കെ നമ്മളുടെ വ്യാസമിശ്രജിക്കും താരാമയ്യയ്ക്കും ഭഗവാനുണ്ട്, രാധാകൃഷ്ണന്മാരുണ്ട്. ആ ഭഗവാൻ, അവരുടെ വീട്ടിലുള്ള ഭഗവാൻ, ഈ ഭഗവാനെ ഉപാസിക്കാനൊന്നും അച്ഛൻ സമ്മതിക്കില്ലായിരുന്നു. ഹരിവംശ ചെറിയ കുട്ടിയല്ലേ, ഉപാസനയിലൊന്നും അലൗ ചെയ്യില്ലായിരുന്നു. ഒരു ദിവസം രാത്രി ഹരിവംശ് മഹാപ്രഭു വല്ലാതെ കണ്ട് കരയുന്നു. രാത്രി എല്ലാം കിടന്ന് കരയാം. ഇപ്പം ബാലകനാണ് കേട്ടോ, ചെറിയ കുട്ടിയാണ്. ചൈൽഡ്ഹുഡ് പാസ് ടൈമാണ് കേട്ടോ പറയുന്നത്. ഈ കരയുന്ന സമയത്ത് രാത്രി, ഒരു അർദ്ധരാത്രി സമയമാണ്. അങ്ങനെ അച്ഛനും അമ്മയും എണീറ്റ് ചോദിക്കും, എന്തിനാ കരയുന്നത്? അപ്പോൾ ഹരിവംശ് മഹാപ്രഭു പറയാണ്, ഭഗവാന്റെ പ്രസാദം കഴിക്കണം, ഭഗവാൻ അർപ്പിച്ച ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കരയുന്നത്. അപ്പോൾ ഈ കരച്ചിൽ ആര് കേട്ടു എന്ന് പറഞ്ഞാൽ, ഈ കരച്ചിൽ ശ്രീമതി രാധാറാണിയും ഠാക്കൂർജിയും കേൾക്കുകയാണ് കേട്ടോ ഇരുന്നിട്ട്. അവർക്ക് സഹിക്കുമോ? അവരുടെ വംശി കരയുമ്പോൾ അവർക്ക് സഹിക്കുമോ? അവർ വേഗം കൃഷ്ണനോട് പറയാണ്, രാധാറാണി നോക്കൂ, നമ്മളുടെ ഹരിവംശജി കരയാണ്, നമുക്ക് ഭക്ഷണം, നമ്മളുടെ പ്രസാദം കഴിക്കാനാണ് കരയുന്നത്, നമുക്ക് അർപ്പിച്ചത് കഴിക്കാൻ വേണ്ടിയിട്ട് കരയുക അർദ്ധരാത്രി. അപ്പോൾ അച്ഛനമ്മയും പറയാം, രാത്രിയായി, ഇത്ര നേരമായില്ലേ എന്നൊക്കെ അച്ഛനമ്മയും സമാധാനിപ്പിക്കുകയാണ്. പക്ഷെ അവിടെ രാധാറാണിക്കും കൃഷ്ണനും സഹിക്കുന്നില്ല കരച്ചിൽ കേട്ടിട്ട്. അവരെന്ത് ചെയ്യുന്നു? കൃഷ്ണൻ വേഗം രാധാറാണി നിർത്തുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക? സ്വയം പൂജ അർപ്പിക്കാൻ കേട്ടോ അവർ പാത്രത്തിൽ ജലം എടുക്കുന്നു, രാധാറാണിയുടെ കാൽപാദത്തിൽ ഒഴിക്കുന്നു, അതിൽ ചരണാമൃതാക്കുന്നു, ചന്ദനം പൂശുന്നു, ഭഗവാന് ഭക്ഷണം കൊടുക്കുന്നു. ഭഗവാൻ രാധാറാണിക്ക് കൊടുത്ത ഭക്ഷണം ഇതെല്ലാം, അതായത് പ്രസാദം, ചരണാമൃതവും എല്ലാം അവിടെ റെഡിയാണ്. ഭഗവാൻ സ്വയം പൂജ ചെയ്ത് അർച്ചന ചെയ്ത് ഭഗവാൻ എല്ലാം ആക്കി വെച്ചിരിക്കുക. ആർക്ക് വേണ്ടി? ഹരിവംശ് മഹാപ്രഭുവിന് വേണ്ടി. പെട്ടെന്നൊരു ശബ്ദം കേൾക്കുകയാണ് അടുത്തുനിന്ന്. അച്ഛൻ കേൾക്കുമ്പോൾ പോയി കർട്ടനൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇതെല്ലാം യൂസ് ചെയ്തതുപോലെ അവിടെ ഇരിക്കുന്നു. ഭഗവാൻ കഴിച്ച ലഡ്ഡു, ഭഗവാന്റെ പല്ല് കൊണ്ട പാട്, രാധാറാണി കഴിച്ച പ്രസാദമായിട്ട് ചരണാമൃതവും ചന്ദനവും എല്ലാം. അപ്പോൾ അച്ഛന് മനസ്സിലായി, ഇത് സാധാരണ ഒരു മകനല്ല ഞങ്ങൾക്ക് ജനിച്ചിരിക്കുന്നതെന്നും ആ ഭക്തി എത്ര കണ്ടുള്ളതെന്നും ആണെന്ന്, ഉപാസന എത്ര കണ്ടുള്ളതുമാണെന്നും മനസ്സിലായി. അങ്ങനെ ഇരിക്കെ ആ ശരണാമൃതവും പ്രസാദവും സേവിച്ചതിന് ശേഷമാണ് ഹരിവംശ് മഹാപ്രഭു സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി ഭഗവാനോട് എത്ര കണക്റ്റഡ് ആണെന്ന്. അതായത് ഹരിവംശ് മഹാപ്രഭുവും ശ്രീമതി രാധാറാണിയും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം ശ്യാമാജിയുടെ ഇൻറ്റിമേറ്റ് പാസ് ടൈംസിലെ ഭാഗമാണ്.
ഓടക്കുഴൽ. ഞാൻ പറഞ്ഞു വീടിൻ്റെ പുറത്തുള്ള വൃക്ഷങ്ങൾ കാണുമ്പോൾ രാധാകൃഷ്ണന്മാരുടെ യുഗളഭാവം ഓർമ്മ വരും. ഹരിവംശ് മഹാപ്രഭുവിന് അതിന് സദാ പൂജയും അർച്ചനകളൊക്കെ ചെയ്യും. ഇതാണ് കേട്ടോ ഭാവം മനസ്സിലാക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ രാധാറാണിയുടെ സ്വപ്നത്തിൽ ഹരിവംശ് മഹാപ്രഭുവിൻ്റെ സ്വപ്നത്തിൽ രാധാറാണി പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് ഒരു ദിവസം പറയാണ്, അപ്പോൾ കുട്ടി വളരാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ പറയാണ് ഹരിവംശ് മഹാപ്രഭുവിനോട്, പുറത്ത് വൃക്ഷത്തിൽ ഒരാലില, ദിവ്യ ആലില വരും, അതിൽ യുഗള മന്ത്രം പ്രത്യക്ഷപ്പെടും, അത് ഉപാസിക്കാനുള്ള മന്ത്രമാണ്. അങ്ങനെ ഹരിവംശ് മഹാപ്രഭു ശ്രീമതി രാധാറാണിയുടെ അടുത്തുനിന്ന് ദിവ്യ മന്ത്രം കിട്ടി ഉപാസന തുടങ്ങാണ് ശ്രീമതി രാധാറാണി. ഞാൻ പറഞ്ഞു രാധാറാണിയാണ് ഇവിടെ മെയിൻ ഫോക്കസ്. അങ്ങനെ ഹരിവംശ് മഹാപ്രഭു ഉപാസനയും എഡ്യൂക്കേഷനും ഒരു കാര്യമൊക്കെ ഒരു തവണ കേട്ടാൽ മതി, അത്രയും പാണ്ഡിത്യമായിരുന്നു കേട്ടോ. വേദശാസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ച് ഇരിക്കുന്ന സമയം ശ്രീ ഹരിവംശ് മഹാപ്രഭുവിൻ്റെ വിവാഹം കഴിയാണ് ശ്രീ രുക്മിണി ദേവിയായിട്ട്. അങ്ങനെ വിവാഹത്തിൽ അവർക്കൊരു മകൻ ജനിക്കുകയാണ്, വനചന്ദ് എന്ന് പറഞ്ഞൊരു മകൻ. വനചന്ദൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്, ആ പേരൊക്കെ ആലോചിച്ച് വെക്കണം കേട്ടോ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഹരിവംശ് മഹാപ്രഭു ഉപാസനയും കാര്യങ്ങളും ശ്രീമതി രാധാറാണിയുടെ ഉപാസനയിലൊക്കെ മുഴുകിയിരിക്കുന്ന സമയത്ത് ഇതേപോലെ രാധാറാണി പ്രത്യക്ഷപ്പെടുകയാണ്, ദർശനം കൊടുക്കുകയാണ്. സ്വപ്നത്തിൽ പറയുകയാണ് ഇനി വൃന്ദാവനത്തിലേക്ക് പോകേണ്ട സമയം വന്നു. ഇവിടെ നിന്നാണ് കേട്ടോ ക്രൂഷ്യൽ. ആത്മദേവ് എന്ന് പറഞ്ഞൊരു ബ്രാഹ്മണൻ്റെ അടുത്തേക്ക് പോകണം. ആത്മദേവ് എന്ന ബ്രാഹ്മണൻ്റെ കയ്യിലൊരു വിഗ്രഹമുണ്ട്. ആ വിഗ്രഹം എടുത്ത് വൃന്ദാവനത്തിലേക്ക് പോകണം. ഇനി വൃന്ദാവനത്തിൽ പോകേണ്ട സമയമായി എന്ന് പറയാണ്. കൂടെ ഒരു കാര്യം കൂടി പറയും, ആത്മദേവന് 2 പുത്രിമാരുണ്ട്, അവരെ വിവാഹം ചെയ്യണം എന്ന് പറയും. കാരണം ഇത് രാധാറാണിയുടെ ആജ്ഞയാണ്. ഓരോ ജന്മത്തിൻ്റെ പിന്നിലും ഓരോ പർപ്പസ് ഉണ്ട്. നമുക്കറിയാം, പാർട്ട് ഓഫ് ദിസ് ഈ കോൺടെസ്റ്റ് അല്ല, എന്നാൽ കൂടെ പറയാണ് ദ്രൗപദി ജനിച്ചു അല്ലേ. നമുക്കറിയാം യാഗാഗ്നിയിൽ നിന്നാണ് ദ്രൗപദി ജനിക്കുന്നത്. അതേപോലെ പഞ്ചപാണ്ഡവർ ജനിക്കുന്നു. പഞ്ചപാണ്ഡവരുടെ ജന്മവും ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിക്കുന്നതല്ല. ഇവരുടെയൊക്കെ ജന്മം സ്പെഷ്യലാണ്. എന്താ ഇവരുടെയൊക്കെ ജന്മം സ്പെഷ്യലാവാൻ കാരണം ഇവരൊരു സോൾ പർപ്പസിന് വേണ്ടി ജനിച്ചതാണ്. ധർമ്മ സംരക്ഷണാർത്ഥം ഭഗവാൻ ഇവരുടെ ജന്മം ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവരുടെ ജന്മം കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഓരോ ജന്മത്തിൻ്റെ പിന്നിലും ഓരോ പർപ്പസ് ഉണ്ട്. ശ്രീഹിത് ഹരിവംശ് മഹാപ്രഭു നമുക്ക് രാധാവല്ലഭനെ വിഗ്രഹം പ്രാകട്യാക്കാൻ വേണ്ടി, ഈ മാനവരാശിക്ക് ആശ്രയിക്കാൻ വേണ്ടി രാധാവല്ലഭ എന്നുള്ള വിഗ്രഹത്തിന് വേണ്ടിയാണ് ശ്രീഹിത് ഹരിവംശ് മഹാപ്രഭു ജനിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഓടക്കുഴൽ പുനർജനിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ബാക്ക് ടു സ്റ്റോറി വരികയാണ്. അങ്ങനെ ആത്മദേവ് എന്ന ബ്രാഹ്മണൻ്റെ അടുത്തേക്ക് ഹരിവംശ് മഹാപ്രഭു പോവാണ്. ഇനി നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം, ഹരിവംശ് മഹാപ്രഭുവിന് ആത്മദേവ് എന്ന ബ്രാഹ്മണന് എവിടെ നിന്നാണ് ഈ വിഗ്രഹം കിട്ടിയത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആത്മദേവ് എന്ന ബ്രാഹ്മണൻ തപസ് ചെയ്യാണ്. ആരെയാണ് ആത്മദേവ് എന്ന് പറഞ്ഞ ബ്രാഹ്മണൻ തപസ് ചെയ്യുന്നത്? ആത്മദേവ് എന്ന് പറഞ്ഞ ബ്രാഹ്മണൻ മഹാദേവനെ തപസ് ചെയ്യാണ്. മഹാദേവനെ തപസ് ചെയ്ത് മഹാദേവൻ പ്രീതിപ്പെടുന്ന സമയത്ത് ആത്മദേവ് ബ്രാഹ്മണൻ്റെ മുന്നിൽ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ആത്മദേവ് ബ്രാഹ്മണനോട് ചോദിക്കുകയാണ് എന്ത് വരാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആത്മദേവ് ബ്രാഹ്മണൻ പറയും, എനിക്ക് അങ്ങക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്താ, അങ്ങക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്താ, അതെനിക്ക് തരണം എന്ന് പറയും. മഹാദേവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരികയാണ്. മഹാദേവന് ഏറ്റവും പ്രിയങ്കരമായി ഏറ്റവും പ്രഷ്യസ് ആയത് കൊടുക്കാൻ പോവാണ്. ആത്മദേവന് മനസ്സിലായി എന്തോ വിലപിടിപ്പുള്ള രത്നമാണ് തരുന്നത്, അല്ലാതെ മഹാദേവൻ കരയില്ലല്ലോ അത് തരണമെങ്കിൽ. അങ്ങനെ ആത്മദേവ് നോക്കി നിൽക്കെ മഹാദേവൻ്റെ ഹൃദയത്തിൽ നിന്നും എടുത്തു തരുന്ന വിഗ്രഹമാണ് ശ്രീ രാധാവല്ലഭിൻ്റെ വിഗ്രഹം. മഹാദേവൻ്റെ ഹൃദയത്തിൽ നിന്നും പ്രാകട്യായ വിഗ്രഹം. അതായത് മഹാദേവൻ്റെ ഠാക്കൂർജിയും ശ്യാമാജുവാണ് രാധാവല്ലഭ് വിഗ്രഹം. മഹാദേവൻ പ്രാർത്ഥിക്കുന്ന ഭഗവാൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇവിടെ ലഡ്ഡു ഗോപാലിനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ബിഹാരിജീനെ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ. എൻ്റെ ഭഗവാൻ അതേപോലെ മഹാദേവൻ്റെ ഭഗവാനാണ്. ആലോചിക്കുക, രസിക് മഹാപുരുഷന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ മഹാദേവനും അതേപോലൊരു രസിക്കാണ്. മഹാദേവൻ്റെ പ്രാണനായി ഞാൻ പറഞ്ഞു, ഗോപാൽ ഭട്ട് ഗോസ്വാമിയുടെ പ്രാണധനാണ് രാധാരമൺ.
മഹാദേവൻ്റെ പ്രാണതനാണ് ശ്രീ രാധാവല്ലഭ്. മഹാദേവൻ ഉപാസിക്കുന്ന ജെം പ്രഷ്യസ് സ്റ്റോണാണ് ശ്രീ രാധാവല്ലഭ്, ശ്രീ രാധാകൃഷ്ണന്മാർ. ശ്വേതദ്വീപിലെ മഹാദേവൻ സ്വന്തം കൈകൊണ്ട് പൂജ ചെയ്ത വിഗ്രഹമാണ് ശ്രീമതി രാധാറാണിയുടെയും കൃഷ്ണൻ്റെയും രാധാവല്ലഭ്. പാർവതിയും ഗണേഷ്ജിയും മുരുകനും ദേവന്മാരും ബ്രഹ്മാവും നാരദരും വൈഷ്ണവരും ദർശനം നോക്കി നിൽക്കെ പൂജ ചെയ്യുന്ന വിഗ്രഹമാണ് ശ്രീ രാധാവല്ലഭിൻ്റെ വിഗ്രഹം. അങ്ങനെ ഇരിക്കുന്ന മഹാദേവൻ്റെ ഹൃദയത്തിൽ നിന്നും മഹാദേവൻ ധ്യാനിക്കുന്ന അതിശ്രേഷ്ഠതയുള്ള ദിവ്യ വിഗ്രഹം മഹാദേവൻ്റെ ഭഗവാൻ, മഹാദേവൻ്റെ ഠാക്കൂർജി ശ്യാമാജു, അങ്ങനെയുള്ള ഭഗവാനെയാണ് ആത്മദേവൻ്റെ കയ്യിൽ കൊടുക്കുന്നത്. കാരണം മഹാദേവൻ അറിയാം ഇത് ഹരിവംശ് മഹാപ്രഭുവിലെ കൂടെ വൃന്ദാവനത്തിലേക്ക് എത്താൻ പോവാണ്. അങ്ങനെ ആത്മദേവന് മഹാദേവൻ്റെ പ്രാണധനനായ രാധാവല്ലഭിനെ കൊടുക്കുകയാണ്. ആലോചിക്കാൻ, നമ്മൾ രാധാവല്ലഭ് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ തൊഴുന്നത് മഹാദേവൻ്റെ ഭഗവാനെയാണ്. മഹാദേവൻ ആരെ പറയുമ്പോഴാണ് സന്തോഷാവുക? ഓം നമ ശിവായ നമ്മൾ പറയല്ലേ. മഹാദേവന് രാധേനെയും കൃഷ്ണനെയും പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷാവുക. മഹാദേവന് രാധാവല്ലഭിനെ കുറിച്ച്, രാധാവല്ലഭ് ശ്രീ ഹരിവംശ് എന്ന് പറയുമ്പോൾ മഹാദേവൻ അത്ര പ്രസന്നവും. കാരണം മഹാദേവൻ്റെ ഭഗവാനാണ് രാധാവല്ലഭ്. എപ്പോൾ രാധാവല്ലഭിൻ്റെ ദർശനം എടുക്കാൻ വൃന്ദാവനത്തിൽ പോകുമ്പോഴും മനസ്സിലാക്കുക ഇത് മഹാദേവൻ്റെ വിഗ്രഹമാണ്, മഹാദേവൻ്റെ ഭഗവാൻ. അങ്ങനെ ആത്മദേവി വിഗ്രഹം കൊണ്ട് ഗൃഹത്തിൽ കൊണ്ടുപോയി പൂജ തുടങ്ങുകയാണ് കേട്ടോ. ഹിത് ഹരിവംശ് മഹാപ്രഭു അവിടെ എത്തി. എന്ത് സ്വപ്നമാണോ ഹരിവംശ് മഹാപ്രഭു കണ്ടത്, അതേ സ്വപ്നം ആത്മദേവ് ബ്രാഹ്മണനും കണ്ടു. ആത്മദേവ് ബ്രാഹ്മണൻ്റെ സ്വപ്നത്തിലും ശ്രീമതി രാധാറാണി ഠാക്കൂർജി ദർശനം കൊടുത്ത് പറയാണ്, ഹരിവംശ് മഹാപ്രഭു വരും, വിഗ്രഹം കൊടുക്കണം വൃന്ദാവനത്തിലേക്ക്, അങ്ങയുടെ 2 പുത്രിമാരെയും വിവാഹം ചെയ്യും. അങ്ങനെ ഹരിവംശ് മഹാപ്രഭു അവിടെ എത്തി രാധാവല്ലഭിൻ്റെ വിഗ്രഹം കൊടുക്കുകയാണ്. രാധാവല്ലഭിൻ്റെ വിഗ്രഹം കൊണ്ട് ഹരിവംശ് മഹാപ്രഭു വൃന്ദാവനത്തിലേക്ക് പോവാണ്. എവിടെയാണ് ആദ്യം രാധാവല്ലഭിൻ്റെ വിഗ്രഹം സ്ഥാപിച്ചതെന്നറിയോ? മദൻ തേർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് രാധാവല്ലഭിൻ്റെ വിഗ്രഹം ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത്. ഹരിവംശ് മഹാപ്രഭുവിന് അവിടെ ആ സമയത്തൊക്കെ വൃന്ദാവനം വലിയ കാടാണ് കേട്ടോ. അവിടെ ഹണ്ടേഴ്സൊക്കെ, അതായത് കാട്ടുജാതിയിൽപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ആക്രമിക്കാൻ വരും. ഹരിവംശ് മഹാപ്രഭുവിൻ്റെ ദിവ്യത്വവും ചൈതന്യവും തേജസ്സൊക്കെ മനസ്സിലാക്കി അവർ പിന്നീട് ഭക്തന്മാരായിട്ട് മാറുകയാണ് കേട്ടോ. അങ്ങനെ ഭഗവാൻ ശ്രീ രാധാവല്ലഭ് ലാൽജി മദൻ തേറിലെ ഒരു വൃക്ഷത്തിൻ്റെ ചോട്ടിലാണ് ഹരിവംശ് മഹാപ്രഭു ആദ്യം സ്ഥാപിച്ചു. ഉപാസനാ കാര്യങ്ങളും ഭഗവാന്റെ ഭക്തരൊക്കെ വരാൻ തുടങ്ങി അവിടെ. പിന്നീടാണ് നമ്മൾ കാണുന്ന ഈ രാധാവല്ലഭ് ക്ഷേത്രത്തിലേക്ക് മാറ്റുന്നത്. സേവാകുഞ്ച് അടിസ്ഥാനമാക്കിയാണ് ഇവിടെ ഉപാസന. സേവാകുഞ്ചിലാണ് നമ്മൾ പോവുക. ഞാൻ പറഞ്ഞു ബിഹാരിജി നിധിവനത്തിലാണെങ്കിൽ ഇവിടെ സേവാകുഞ്ചിലാണ് കേട്ടോ. എന്താ സേവാകുഞ്ച്? സേവാകുഞ്ചും നിധിവനം പോലുള്ള ഒരു വള്ളിക്കുടലുകളുള്ള ഒരു നികുഞ്ചം പോലെയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ സേവാകുഞ്ച്. സേവാകുഞ്ച് എങ്ങനെ പേര് വന്നേ? സേവ ചെയ്യാണ് അവിടെ. കൃഷ്ണൻ രാധാറാണീനെ സർവീസ് ചെയ്യുന്ന ഭാവം. ഞാൻ പറഞ്ഞു ഇവിടെ ഫോക്കസ് രാധാറാണിക്കാണ്. നിങ്ങൾ രാധാവല്ലഭ് അമ്പലത്തിൽ പോയി അവർ പറയും കൃഷ്ണനല്ല, ഇവിടെ ഞങ്ങളുടെ രാധയ്ക്കാണ് ഫോക്കസ്, ഠാക്കൂർജിക്കല്ല, ഞങ്ങളുടെ രാധാറാണിക്കാണ് ഫോക്കസ്. അങ്ങനെ രാധാറാണിയുടെ പാദം തടവിക്കൊടുക്കുന്നു, പാദം പ്രസ് ചെയ്ത് കൊടുക്കുന്ന ശ്രീകൃഷ്ണൻ രാസനൃത്തം ചെയ്തപ്പോൾ രാധാറാണിയുടെ കാൽപാദത്തിന് വേദന, ആ വേദന മാറ്റാൻ ഭഗവാൻ കാൽപാദം ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഭാവത്തിൽ ആണ് ശ്രീമതി രാധാറാണി സേവാകുഞ്ചിൽ അവിടെ സേവ ചെയ്യാണ്. കൃഷ്ണൻ സേവ ചെയ്യുന്നു. ഇതാണ് സേവാകുഞ്ച് പ്രത്യേകത. സേവാകുഞ്ച് രാധാവല്ലഭ് കണക്ഷനാണ് കേട്ടോ. ഇത് ഹരിവംശ് മഹാപ്രഭുവിൻ്റെ പരമ്പരയിലുള്ളതാണ്. രാധാവല്ലഭ് ദർശൻ ദുർലഭ് ദർശൻ എന്നാണ് കേട്ടോ പറയുക. കാരണം രാധാവല്ലഭ്ജിയുടെ ദർശനം കിട്ടണമെങ്കിൽ നമുക്ക് ഈസി അല്ല. ഞാൻ പറഞ്ഞു പകുതി കൃഷ്ണൻ പകുതി രാധ. ആ വിഗ്രഹം നിങ്ങൾ കാണണം കേട്ടോ. മനം മയങ്ങും നമ്മൾ ആ വിഗ്രഹം കണ്ടാൽ. നമ്മൾ ഒരു പ്രാവശ്യം രാധാവല്ലഭിനെ കണ്ടാൽ വീണ്ടും നമ്മൾ രാധാവല്ലഭിനെ കാണാൻ നിർബന്ധം, തീർച്ചയായിട്ടും നമ്മൾ രാധാവല്ലഭിനെ കാണാൻ പോയിരിക്കും. അത്രയും മഹത്വപൂർവ്വമുള്ള വിഗ്രഹമാണ് രാധാവല്ലഭിൻ്റെ. എന്തൊരു ബ്യൂട്ടിയാണെന്നറിയോ? അലങ്കാരാവട്ടെ, ശൃംഗാരം, ഭഗവാനെ അലങ്കരിച്ചിരിക്കണ കാണുക രാധാവല്ലഭിന്. എനിക്ക് രാധാവല്ലഭിനെ കാണാനും രാധാവല്ലഭിൻ്റെ കഥകൾ കൂടുതൽ പറഞ്ഞു തന്നതും കിഷോരിജി പറഞ്ഞൊരു പൂജാരിയാണ് കേട്ടോ. സേവാകുഞ്ചിലെ ഒരു കീഴ്ശാന്തി പോലെ ഒരു പൂജാരിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരാൾ ഞാൻ കാണാനിടയായി. അങ്ങനെ ആൾ ഞങ്ങളുടെ കൂടെ ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാണ്. ഭഗവാന്റെ രാധാറാണിയുടെ കൃപ.
ആളാണ് എനിക്ക് ഈ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നത്. രാധാവല്ലഭിൻ്റെ മഹത്വം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ രാധാവല്ലഭിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ അന്നാണ് കേട്ടോ അറിഞ്ഞത്. ആ പൂജാരിയിൽ കൂടെ ആളെന്നോട് പറഞ്ഞു, ആ വിഗ്രഹം നോക്കൂ, ലെഫ്റ്റ് സൈഡ് നോക്കാൻ പറഞ്ഞു. ലെഫ്റ്റ് സൈഡ് മുടി മെടഞ്ഞിരിക്കുന്നത് കണ്ടോ? റൈറ്റ് സൈഡ് നോക്കൂ, ഈ മുടി മെടഞ്ഞിരിക്കുന്നത് രാധാറാണി. റൈറ്റ് കണ്ടോ, ഇതാണ് കൃഷ്ണൻ. ഈ ഭാഗം രാധാറാണി, മുടി മെടഞ്ഞത് നോക്കൂ, ഇത് രാധ, ഇത് കൃഷ്ണൻ എന്നൊക്കെ കാണിച്ചു തന്നു. ഇനി കാലിലേക്ക് നോക്കാൻ പറഞ്ഞു. കാലിൽ ഒരു പാദത്തിൽ ചിലങ്ക് കണ്ടോ, ഒരു പാദത്തിൽ നൂപുരം കണ്ടോ, ഇത് രാധയുടെ, ഇത് കൃഷ്ണൻ്റെ, അങ്ങനെ പറഞ്ഞ് കാണിച്ചു തന്നതൊക്കെ ഈ പൂജാരിയാണ് കേട്ടോ. അങ്ങനെ പ്രസാദമൊക്കെ അന്ന് നെയ്തിച്ച് എല്ലാവർക്കും കൊടുത്തായിരുന്നു. അടുത്ത് നിന്ന് ഞാൻ രാധാവല്ലഭനെ ആദ്യമായിട്ടും കാണുന്നത് ഈ ഒരു പ്രാവശ്യമാണ്, ഈ പൂജാരിയുടെ ഒപ്പം പോയ സമയത്താണ്. യമുനാജീനെക്കുറിച്ചും വൃന്ദാവനത്തിൻ്റെ മഹത്വവും ഗ്യാൻ ഗുദരിയും രാധാവല്ലഭിൻ്റെ ദുർലഭ ദർശനമാണെന്നും രാധാവല്ലഭ് രാധയും കൃഷ്ണനും ഒന്ന് ചേർന്ന് ഈ ഭാവത്തിലിരിക്കുന്ന രാധാവല്ലഭാണെന്നൊക്കെ ഈ പൂജാരിയാണ് കേട്ടോ പറഞ്ഞ. നാളുടെ പാദത്തിൽ നമസ്കരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന രാധാവല്ലഭിനെ തൊഴുമ്പോൾ ഞാൻ പറഞ്ഞു, ആരെ നമ്മൾ ആലോചിക്കണം? മഹാദേവനെ പ്രാർത്ഥിക്കുമ്പോൾ മഹാദേവന് ഇഷ്ടമുള്ളതായാണ് രാധാകൃഷ്ണന്മാർ. രാധാവല്ലഭ് ശ്രീഹിത് ഹരിവംശ് എന്ന് പറഞ്ഞാൽ മഹാദേവൻ അത്ര പ്രസന്നനായിരിക്കും. ഞാൻ ഇന്ദ്രേഷിയുടെ ഉപന്യാസം അതിൽ പ്രഭാഷണത്തിൽ കേൾക്കാൻ നമ്മൾ കാശി വിശ്വനാഥൻ മഹാദേവൻ്റെ അടുത്ത് പോയിട്ട് മഹാദേവനെ പ്രാർത്ഥിക്കുകയാണ്. മഹാദേവൻ്റെ മന്ത്രമൊക്കെ ജപിക്കുമ്പോൾ രാധാവല്ലഭ്ജീനെക്കുറിച്ചും രാധാകൃഷ്ണൻ്റെ മന്ത്രമൊക്കെ ചൊല്ലുമ്പോൾ മഹാദേവൻ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. അതൊരിതിൽ പറയണതാട്ടോ. അതായത് ആരാ എൻ്റെ രാധാവല്ലഭിനെ പറയുന്നത്, എൻ്റെ ഭഗവാനെ പറയുന്നത് എന്ന് പറഞ്ഞ് ഭഗവാൻ ശ്രദ്ധിക്കും. അത്രയും ഇമ്പോർട്ടൻസ് ആണ് രാധാവല്ലഭ് മഹാദേവൻ്റെ ഹൃദയത്തിൽ നിന്നും പ്രാകട്യായ രാധാവല്ലഭ്ജിക്ക്. ഈ കഥ കേൾക്കുന്ന എല്ലാവർക്കും ശ്രീ രാധാവല്ലഭ് ഹിത് ഹരിവംശ് മഹാപ്രഭുവിൻ്റെ അനുഗ്രഹം. ശ്രീ പ്രേമാനന്ദജി മഹാരാജ്, ഞാൻ പറഞ്ഞു പ്രേമാനന്ദജി മഹാരാജ് രാധാവല്ലഭ് ഹരിവംശ സമ്പ്രദായം രാധാറാണി മെയിൻ ഫോക്കസ് ആണെന്ന് പറഞ്ഞു. ശ്രീ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ച് ബിഹാരി ശ്രീ ഹരിദാസ്.